ഹായ് ഹലോ അസ്സാം വലൈക്കും. നസ്റിനിസ 27 എന്ന് പറഞ്ഞ ഞങ്ങളെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറ്റിക്കാട്ടൂരിൽ നിന്ന് പെരുമണ്ണയിലേക്കുള്ള യാത്രയിലാട്ടോ, അതായത് എൻ്റെ തറവാട്ടിലേക്ക് പോകുന്ന യാത്രയിലാട്ടോ അത് ഞാനും അജുവി ലേശം ലൈറ്റായി. ഐഷുകുട്ടി നേരത്തെ ഇറങ്ങിയോളൂ, മുന്നിൽ നടക്കാൻ തുടങ്ങിയിട്ട് ഒറ്റയ്ക്ക് നടക്കുന്ന അതാട്ടോ കാണുന്നത്. അപ്പോൾ ഈ തറവാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഈ കുറ്റിക്കാട്ടൂരിൽ നിന്ന് മുണ്ടുപാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ റേഷൻ പീടിയുണ്ട്. അപ്പോൾ പണ്ട് ഈ അജുവൻ്റെയും ഐഷൻ്റെയും പ്രായത്തിലും അതിൻ്റെ മുന്നേ ഒരേക്കാളും ചെറിയ പ്രായത്തിൽ ഞങ്ങളവിടെ റേഷൻ പീടിയെ പോകാറുണ്ടായിരുന്നു. തറവാട്ടിലെ റേഷൻ സാധനമൊക്കെ ഞങ്ങളായിരുന്നു വാങ്ങിക്കൊടുക്കാറ്. അപ്പോൾ ഈ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇതാണ് പണ്ടത്തെ കടകളാട്ടോ ഇത്. ഈ ഓരോ പലകകൾ എടുത്ത് വെച്ച് ഇതിനൊക്കെ ഓരോ നമ്പർ ഇടും, 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പലക എടുത്ത് വെച്ചിട്ടാണ് ഈ കട തുറക്കുക. ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുക കേട്ടോ ഈ കടകൾ. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കയറാം. എൻ്റെ തറവാട് വരെ, അതിൽ എൻ്റെ വീട് വരെ നിങ്ങൾക്ക് കാണാം കേട്ടോ ഈ ഒരു യാത്രയിലൂടെ. പിന്നെ എൻ്റെ പണ്ടത്തെ ഒരുപാട് ഓർമ്മകളിലൂടെ കേട്ടോ ഞാൻ കടന്നു പോകുന്നത്. ഈ യാത്രയിൽ മക്കളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോണേ. ഈ ഒരു വീടുണ്ടല്ലോ, ഈ വീട് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഈ വീടെത്തും. അപ്പോൾ ഈ വീട് പണ്ട് ഞാൻ നടന്ന് വരുമ്പോൾ ഒരു ചാമ്പക്ക മരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുഞ്ഞു പ്രായമല്ലേ, അപ്പം ഞാൻ ഒരു ചാമ്പക്ക വീണാൽ മതിയായിരുന്നു. ഞാൻ അവിടെ പോകുമ്പോൾ നോക്കും കേട്ടോ, അങ്ങോട്ട് പോകുമ്പോഴും നോക്കും ചാമ്പക്ക ഉണ്ട്, അപ്പം ഉണ്ടാവില്ല. അപ്പം ഞാൻ പഠിച്ചോനെ, ഞാൻ റേഷൻ സാധനം വാങ്ങി വരുമ്പോൾ എനിക്കൊരു ചാമ്പക്ക അവിടെ നിന്ന് വീണ് കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിട്ടോ. ചില സമയത്തൊക്കെ അങ്ങനെ പ്രാർത്ഥന പഠിച്ചോ കേൾക്കും, അങ്ങനെ ചാമ്പക്കൊക്കെ കിട്ടും. അങ്ങനെ അവിടെ അപ്പുറത്ത് മാവുമരം ഉണ്ട്, അവിടുന്ന് മാങ്ങ, അതേപോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സാധനങ്ങൾ കേട്ടോ നിലത്ത് വീഴുന്നൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു, കുഞ്ഞു പ്രായമല്ലേ. പിന്നെ ഈ തോട് കേട്ടോ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായി തോട് കാണുമ്പോൾ. ഈ നല്ല മഴക്കാലത്ത് ഈ തോട് നിറഞ്ഞൊഴുകുമ്പോൾ ആ വെള്ളത്തിലൂടെ തലയിൽ അരിയൊക്കെ വെച്ചിട്ട് അല്ല ഒക്കത്തോ തലയിലോ തോളിലൊക്കെ അരി വെച്ചിട്ട് കയ്യിൽ മണ്ണെണ്ണയും കുപ്പി ഉണ്ടാവും, അതും പിടിച്ച് വെള്ളത്തിലൂടെ ഇങ്ങനെ തുഴഞ്ഞ് വരുമ്പോൾ നല്ലൊരു രസമായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ ഒരു ഇത് കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ അത്ര നല്ല പോലെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. മഴക്കാലത്ത് റേഷൻ പീടിയെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഈ തോട്ടിൽ ഒരുപാട് മീനുണ്ടാവും. എൻ്റെ അമ്മമാരെല്ലാവരും ഇവിടെ വന്നിട്ട്, ആങ്ങളെൻ്റെ സ്നേഹിതന്മാരെല്ലാവരും ഇവിടെ വന്നിട്ട് അധികം മീൻ പിടിക്കാറുണ്ട് കേട്ടോ. ഇപ്പം ആർക്കും അതിനോടുള്ള ത്രില്ലില്ല. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാം കുഞ്ഞു കുഞ്ഞു മീനുകൾ, അതല്ലാതെ ബ്രാല് ഒക്കെ ഉണ്ടാവലുണ്ട് ഈ തോട്ടിൽ. കുഞ്ഞു കുളവും അതിന് ചുറ്റും തോടുമായിട്ടാട്ടോ ഈ ഒരു ഇത് നടക്കുന്നത്. ഇതിനെന്തോ ഒരു കൈതക്കുളം അങ്ങനെ എന്തോ, ഇതിനെന്തോ പേര് പറയും, എനിക്കറിയില്ല. എൻ്റെ വല്യമ്മാനൊക്കെ കബറടയ്ക്ക് നേരെ ഒരു പള്ളിയുണ്ട്, ആ പള്ളി പനച്ചിങ്ങൽ പള്ളി പറയും, ആ പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഈ കുളം കിടക്കുന്ന, കുളവും തോടും കൂടി. അപ്പോൾ ഇതിനെന്തോ ഒരു പേര് പറയും, എനിക്ക് മറന്നു പോയിട്ട് സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉപ്പാൻ്റെ കബറും വല്യമ്മാൻ്റെ കബറൊക്കെ കിടക്കുന്ന പള്ളിയാണ് പനച്ചിങ്ങൽ പള്ളി അറിയിട്ടോ, പെരുമണ്ണ. അപ്പോൾ ഞാൻ ഉപ്പാനോടും വല്യമ്മാനോടൊക്കെ സലാം പറഞ്ഞിട്ടാട്ടോ ഇവിടുത്തെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ അങ്ങോട്ട് ഫോക്കസ് ചെയ്തോണ്ട് വീഡിയോ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറയാം കേട്ടോ, അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കൂട്ടാക്കിയിട്ട് കാണുക കേട്ടോ, മറന്നു പോകരുത് കേട്ടോ. ഇതാണ് ഞാനത് ഇത് ഒന്നായിട്ട് ഇതായി കിടക്കുക കേട്ടോ, കാട് പിടിച്ച് കണ്ട ഒരു ഫ്രണ്ട് ഭാഗം കേട്ടോ, വാഴയും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ട്. ഇതാണ് പള്ളി പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സലാം പറഞ്ഞുകൊണ്ടാട്ടോ അതിലൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. എപ്പോഴും അവിടെ കാണുമ്പോൾ ഉമ്മാൻ്റെ ഉപ്പാനെയും വല്യമ്മാനെയും ഒക്കെ, ഇപ്പോൾ വല്യമ്മയും മരിച്ചതിനോട് വല്യമ്മാനെയും ഒക്കെ ഓർത്തുകൊണ്ടാട്ടോ ഞങ്ങൾ പോയിട്ട്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് കേട്ടോ. പഠിച്ചവനവരെ ഖബറൊക്കെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, എപ്പോഴും അവിടെ വെളിച്ചം നൽകട്ടെ. അങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ഒരുപാട് പൂക്കൾ, ഇതൊക്കെ ഞങ്ങൾ കുഞ്ഞു പ്രായത്തിൽ പറക്കിയായിരുന്നു കേട്ടോ. ഒപ്പം മക്കൾ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വീടുകളൊന്നും പണ്ട് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഇല്ല കേട്ടോ, ഇപ്പം നല്ല നല്ല വീടുകൾ അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ ഈ മാവ് പൂത്ത് കിടക്കുന്നത് കാണാൻ നല്ല രസമല്ലേ. മാവ് പൂത്ത് കിടക്കുമ്പോൾ പണ്ടൊക്കെ ഞാനുണ്ടല്ലോ നോക്കി വെക്കും, അത് വലുതാവുന്ന സമയത്ത് അവിടെ നിന്നെങ്കിലും വീണ് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് നമ്മൾ നല്ല വെയിറ്റ് ചെയ്യും കേട്ടോ. ഇതാണ് പെരുമണ്ണ അംഗനവാടി കേട്ടോ. ഞങ്ങൾ അംഗനവാടി ഇതാട്ടോ, എൻ്റെ അനിയത്തിൻ്റെ കുട്ടീൻ്റെ മക്കളൊക്കെ ജസ്റ്റ് പോയൊരു അംഗനവാടി കേട്ടോ. അങ്ങനെ ഈ അംഗനവാടി നല്ല സ്നേഹമായിരുന്നു കേട്ടോ ടീച്ചർമാർക്ക്. ഇതാണ് അങ്ങനെ പോകുന്നതൊക്കെ. അതാ
EMS ഗവൺമെൻറ് സ്കൂള്, വിദ്യാത്മിക സ്കൂള്. അപ്പം ആ ഒരു വഴിയിലേക്കാട്ടോ പിന്നെ ഞങ്ങൾ കടന്ന് ചെല്ലുന്നത്. നടന്ന് അങ്ങനെ പിന്നെ നടന്ന് അങ്ങ് പോവും. മുണ്ടുപാലം ഇറങ്ങി ഞങ്ങളങ്ങ് നടക്കുകയായി. ഒരുപാട് കാഴ്ചകൾ കാണാമല്ലോ. അപ്പോൾ ഇത് വിൽക്കാനുള്ള എൻ്റെ വീട്ടിലേക്കും കൂടിയുള്ള വഴിയാട്ടോ. അപ്പോൾ ആരെങ്കിലും വഴി അറിയാതെ സ്ഥലം കാണാൻ വരുന്നവർക്കുണ്ടെങ്കിൽ ഈ വീഡിയോയും കൂടി കണ്ടാൽ മതി കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. വീട് വാങ്ങാൻ പറ്റിയ എൻ്റെ നമ്പറൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഒരു ചുടലപ്പറമ്പാട്ടോ. ഞങ്ങൾ അവിടെയുള്ള പണ്ട് മദ്രസയിലേക്ക് പോകുമ്പോൾ ഇവിടേക്ക് ഇതിലൂടെ നടക്കാൻ ഭയങ്കര പേടിയാണ്. 6 മണി സമയമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ മദ്രസ പോകുമ്പോൾ, അതേപോലെ വൈകുന്നേരം കടയിൽ പോയി വരുമ്പോൾ ഒക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഓരോ വീടുകൾക്കും വന്ന മാറ്റം ഇങ്ങനെ നോക്കിയായിരുന്നു. ഈ വീട്ടിലൊരു മാവുണ്ടായിരുന്നു. മദ്രസ പോകുന്ന സമയത്ത് അവിടെ മാങ്ങ വീകും, ഞങ്ങൾ പെറുക്കും കേട്ടോ. അത് പെറുക്കി കഴിക്കുന്ന പണി തന്നെയായിരുന്നു. കഴുകുക പോലും ഇല്ല അന്നത്തെ ഒരു കാലം അല്ലേ. ഇവിടെ ഒരു കാവുണ്ട് കേട്ടോ. പാണിക്കര ശ്രീ ഗുരു മുത്തപ്പൻ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കാവുണ്ട്. അവിടെ ഞങ്ങൾ കാവിന് ഉത്സവത്തിനൊക്കെ ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു അവിടുത്തെ ഉത്സവം കാണാൻ. പക്ഷെ ഇപ്പോൾ കുറവാന്ന് തോന്നുന്നു. ഇതൊക്കെ ഇടവഴികളാട്ടോ. ഈ ഇടവഴി കൂടെ ഒക്കെ ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങളൊരു അവിടെ അടുത്തുള്ള ക്രിസ്ത്യൻസിൻ്റെ വീടാട്ടോ. ഇവിടെ രാവിലെ ഇവർ അജുവൻ്റെ ഐശ്വര്യ പ്രായത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഞങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ ലൂബിക്ക വീണ് കിടക്കട്ടോ. ഈ ഒരു വീട്ടിൽ മാത്രമേ ലൂബിക്ക കണ്ടിട്ടുള്ളൂ കേട്ടോ. ഒന്ന് വീണ് കിട്ടണേ എന്നുള്ളൊരു ആഗ്രഹം കേട്ടോ അന്ന്. എന്നിട്ട് ഞാൻ മക്കളോടത് പറഞ്ഞും കണ്ടിട്ട് അവിടുന്ന് പെറുക്കുന്നത്. പിന്നെ ചേച്ചീനോട് ചോദിച്ചിട്ടാട്ടോ അവിടുന്ന് അധികം എടുക്കാറ്. പക്ഷേ ചേച്ചീനെ അവിടെ കാണുന്നില്ല. ഞങ്ങൾ അവിടുന്ന് നിലത്തുനിന്ന് എടുത്തിട്ടു. ഭയങ്കര സ്നേഹമാട്ടോ ചേച്ചിക്ക്. അതോ കയ്യിലെടുത്ത് ഞങ്ങളതാ പിന്നെ യാത്ര ആയിട്ടോ. ഏകദേശം ഞങ്ങളെ വീടിൻ്റെ അടുത്തേക്ക് എത്താനായി. അപ്പോൾ വീട്ടിലേക്ക് എത്തുന്ന ഭാഗം, വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇത് വീടിൻ്റെ തൊട്ട് അയൽവാസിയാട്ടോ ഈ ഒരു അഡ്വക്കേറ്റ്. അപ്പോൾ ആർക്കും എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഈ അഡ്വക്കേറ്റിനെ സമീപിക്കാൻ വരണ്ടിട്ടോ. ഇത് അവിടേക്കുള്ള വഴിയാണ്. ഇതിൻ്റെ സ്വന്തം അനിയത്തിനെ പോലുള്ളൊരു കുട്ടിയാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞങ്ങളെ കുടുംബക്കാരെ വീടുകളാട്ടോ. അപ്പോൾ ബായ്.